വീട്ടിലെ കോഴിയെല്ലാം ബലിയായി. പാവം. ഞാൻ കേട്ടു ജിപേന്ന്. ജിപേ മറ്റേ ഇത് ഞാൻ പറഞ്ഞപ്പോൾ വായിച്ചതാ. ഞാനിപ്പോൾ വരാട്ടോ, അമ്മച്ചിക്ക് കാലുവേദനയാണ്, ചൂട് പിടിച്ചു കൊടുക്കട്ടെ. പോയിട്ട് വാ. പതുക്കെ ചൂട് പിടിച്ചു കൊടുത്താൽ മതിന്ന്. പൊള്ളിക്കണ്ടെന്നാണോ നീ ഉദ്ദേശിച്ചേ? ഓക്കെ ഈ പറഞ്ഞത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ അവള് വിചാരിച്ചേന്നു അല്ലേ? ലൈക്ക് അടിക്കാൻ മറന്നിരിക്കുന്ന പിള്ളേരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിരിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു. കിച്ചൺ ക്ലോസ് ചെയ്തില്ലേ, പിന്നെ എങ്ങനെ വെള്ളം ചൂടാക്കുന്നു? കിച്ചൺ ക്ലോസ് ചെയ്യില്ലേ, പിന്നെ നീ എങ്ങനെ വെള്ളം ചൂടാക്കും? നല്ലോണം ചിക്കനും ബീഫും വാങ്ങി ഉണ്ടാക്കി ഞാൻ സ്റ്റാറ്റസ് ഇട്ടുകൊണ്ട് എല്ലാവരും പറയും ഇങ്ങനെ ഇടല്ലേ, ബുദ്ധിമുട്ടിൽ കഴിയുന്നവരുണ്ടാകുന്നു. ശരിയാ. ആ സമയത്തൊക്കെ ശരിക്കും നമുക്കന്ന് ചിക്കനൊന്നും കിട്ടൂലായിരുന്നു. നമുക്ക് എവിടെയും പോവാൻ പറ്റൂലായിരുന്നു അന്ന്. നമ്മൾ അന്നൊക്കെ ഇല്ല, നമ്മൾ കുറേ ഉണക്കും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണക്കൊക്കെ ആയിരുന്നു, എപ്പോഴും ഉണക്കുണ്ടാവുമായിരുന്നു. പിന്നെ ഉണക്കമീൻ ഉണ്ടായാൽ തന്നെ മതി ഇവിടെ ആയിരിക്കും. മാമന് നമ്മൾ പിന്നെ അത്യാവശ്യം നോമ്പൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് അല്ലേ? കൊറോണ സമയത്ത്, ലോക്ക്ഡൗണിൻ്റെ സമയത്ത് നോമ്പുണ്ടായിരുന്നില്ലേ? നോമ്പായിരുന്നു. അപ്പം അനിയന് പോയിട്ട് ഇങ്ങനെ ഫ്രൂട്ട്സ്, ഓന് നോമ്പെടുക്കും, എന്നിട്ട് ഈ ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കൊണ്ടുവരും. പക്ഷെ കൊറോണ സമയം അത്ര മോശമായിട്ട് 2 ചേച്ചിമാർ കല്യാണം കഴിച്ചെടുത്ത്, ഞാനും 2 അനിയന്മാരും അച്ഛനും അമ്മയും. അടിപൊളിയായിരുന്നു. മാമൻ ഓരോ ദിവസം ലുക്ക് കൂടി വരുന്നുണ്ടോ എന്ന് തോന്നുന്നു. അത് മാമന്റെ മോനായതുകൊണ്ട് തോന്നുന്ന. ആണോടാ? ശരിയാ സിദ്ധാർത്ഥ. അവന് പെങ്ങളെ മോനാണ്. അപ്പൊ സോപ്പാണോടാ പതപ്പിക്കുന്ന്. മാമനെ പൊക്കുന്നു. മാമീനെ എന്താടാ പൊക്കാത്തെ? ഇപ്പൊ അവന് വേറെ വല്ലതും പറയാം, അതുകൊണ്ട് പറയണ്ട. ശരിയാ സിദ്ധാർത്ഥം. എടാ ഇപ്പൊ ആ തടിയൊക്കെ പോയില്ലടാ? അന്ന് അവിടെ വരുമ്പോ ഭയങ്കര ഒരു ഇതായിട്ട് തടി ഉണ്ടായിരുന്നു അല്ലേടാ? ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് മെലിഞ്ഞിട്ടല്ലേ ഉണ്ടായിരുന്നു. അവനല്ല, നിങ്ങളെയാ പറഞ്ഞേ. ഓൻ മെലിഞ്ഞിട്ടുണ്ടായിന്, ഓനിപ്പോ ശരിയായിണ്ടാവും. നിങ്ങൾ കണ്ടിട്ടുണ്ടായിന് പിന്നെ പോകുമ്പോ? അപ്പൊ ശരിയായിനാ? എടാ അതെല്ലാം ശരിയായോടാ? ശരിയായില്ലേ? കാര്യമോ സിദ്ധാർത്ഥ പറഞ്ഞത്? ആണോ? ഓക്കെ. പാപ്പന്റെ മോളുടെ കല്യാണത്തിന് അധികം പേര് പങ്കെടുക്കാൻ പറ്റില്ലായിരുന്നു. അന്ന് ഞാൻ ആകെ നാണം കെട്ടു. ഡ്രസ് കട തുറക്കാതെ ഞാൻ ഒരു കട തുറപ്പിച്ച് ഡ്രസ്സൊക്കെ എടുത്ത് വീട്ടിലെത്തിയപ്പോൾ വന്നവർ പോയി. എന്നിട്ട് ദൈവമേ, ഞാനിത് ആരെ കാണിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ? ചേടാ അങ്ങനെ ആലോചിച്ചോക്ക്. കട തുറപ്പിച്ച് ഞാൻ ഡ്രസ് ഇട്ട് വന്നപ്പോ തന്നെ എല്ലാരും പോയി എന്ന് പറയുമ്പോ. ഹലോ ചേച്ചി നസ്ലി, ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖായിരിക്കുന്ന? ലൈവിലേക്ക് സ്വാഗതം. ഭക്ഷണം കഴിച്ചോ? എന്താ പരിപാടി? പഴയ അരീഷ അല്ല? അതെന്റെ നോട്ടത്തിന്റെ ഗുണം. എന്റെ മാമനല്ലേ, അതുകൊണ്ട് ആയിരിക്കും അല്ലേ ചിലപ്പോ. മറുപടി വേണം നിനക്ക്? നിന്റെ മാമനായതുകൊണ്ട് തന്നെ ശരിയാണ്. ഉറങ്ങാൻ ചേച്ചി ആണോ? ഓക്കെ. ഫുഡ് കഴിച്ചോ? ദൈവമേ, കഴിച്ചില്ല, കഴിക്കണം. ഇപ്പൊ അടക്കും വാതില്. ഇവിടെ ക്രിസ്റ്റി പറഞ്ഞ മാതിരി കിച്ചൺ ക്ലോസ് ചെയ്താൽ ചിലപ്പോ നമുക്കൊന്നും തരൂല.